ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുടെ പ്രതിഷേധത്തിനിടെ ബി.ജെ.പി. എം.പിയെ രാഹുൽ ഗാന്ധി തള്ളി വീഴ്ത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ബി.ജെ.പി. എം.പി. പ്രതാപ് ചന്ദ്ര സാരംഗിനും മുകേഷ് രജപുത്തിനുമാണ് പരിക്കേറ്റത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബി.ജെ.പിയുടെ 2 എം.പിമാർക്കാണ് പരിക്കേറ്റത്. പ്രതിപക്ഷ നേതാവ് ആക്രമിച്ചതിനെ തുടർന്ന് പ്രതാപ് ചന്ദ്ര സാരംഗിനും മുകേഷ് രജപുത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പാർലമെന്റിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നുവരാൻ എങ്ങനെ സാധിക്കും? ആരാണ് രാഹുലിനെ മർദ്ദിക്കാനുള്ള അനുവാദം നൽകിയത്? മറ്റ് എംപിമാരെ ശാരീരികമായി ആക്രമിക്കാമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നതെന്നും കിരൺ റിജിജു ചോദിച്ചു. राहुल गांधी एक एमपी को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने। राहुल गांधी ने धक्का मारा? राहुल गांधी। कौन सी जगह पे सर? सर किस जगह पे? सर किस जगह पे? किस जगह पे? सीढ़ी के ऊपर में मैं खड़ा हुआ था और राहुल गांधी ने आकर के एक एमपी को धक्का लगाया, वो मेरे ऊपर गिर पड़ा और मैं। कहाँ चोट लगी सर आपको? कहाँ चोट लगी सर? एक बार दिखा दीजिए। ये तो बहुत खून में। Yeah, you want to see blood, no? See, they want to see. Sir, उनको जाने दो यार, जाने दो उनको. പാർലമെന്റിലെ എംപിമാരെ മർദ്ദിക്കാനായി കുംഫുവും കരാട്ടയും രാഹുൽ പഠിച്ചിട്ടുണ്ടോ? ഗുസ്തി പിടിക്കാനുള്ള ഗോതയല്ല പാർലമെന്റ് എന്ന് രാഹുൽ ഓർക്കണം. 2 സഹപ്രവർത്തകരെയാണ് രാഹുൽ പരിക്കേൽപ്പിച്ചത്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രാഹുൽ മാപ്പ് പറയണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് ബി.ജെ.പി. എംപിമാർക്ക് പരിക്കേറ്റത്. മഗർദ്വാറിലെ കൈവരികളിൽ കയറി നിന്ന് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതിനിടെ ബി.ജെ.പി. എംപിയെ രാഹുൽ തള്ളുകയായിരുന്നു. ഇതോടെ മുകേഷ് രജപുത്ത് ഗോവണിക്ക് സമീപം നിൽക്കുകയായിരുന്ന പ്രതാപ് ചന്ദ്ര സാരംഗിന് മുകളിലേക്ക് വീഴുകയായിരുന്നു.